Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പീനട്ട് ബട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് പീനട്ട് ആണ്. ഇത് നമുക്ക് ഒരു ക്ലോത്തിൽ എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പീനട്ടിൻ്റെ സ്കിന്ന് പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. റോസ്റ്റഡ് ആയ കാരണം പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമുക്കതിൻ്റെ സ്കിന്ന്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനത്തെ പ്ലെയിൻ പീനട്ട്സ് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ കപ്പലണ്ടിയുടെ തോലെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ടാക്കുന്നത്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഒന്നും ഇടാണ്ട് തന്നെ ജസ്റ്റ് 2-3 വട്ടം ഒന്നും ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി പൗഡറായി കിട്ടും. 2-3 വട്ടം ഒന്ന് തിരികെ ഓഫാക്കുക. അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രൗണ്ട് നട്ടൊക്കെ നന്നായിട്ട് പൗഡറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പിങ്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ. നിങ്ങൾക്കിപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാ ഷുഗർ ആയാലും മതി. ഇത് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആട്ടോ. ഷുഗർ ഇല്ലാണ്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോഴും നല്ല ടേസ്റ്റിനെ ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ബ്രൗൺ ഷുഗർ ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഗ്രൗണ്ടിന് ഓയിലൊക്കെ റിലീസ് ചെയ്തിട്ട് അതൊരു കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രൗണ്ടിട്ടൊക്കെ കണ്ടോ, ഓയിൽ റിലീസ് ചെയ്തിട്ട് ഒരു വെറ്റ്നെസ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അയച്ചില്ല, ഇങ്ങനെ ഒരു കട്ട പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സൗണ്ട് വ്യത്യാസം വരും കേട്ടോ. മിക്സിയുടെ ഗ്രൈൻഡറിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇത് കട്ട പിടിക്കുന്ന കാരണം ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിലെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.